എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മൾ ഈ കേരളത്തിൽ മാത്രം നമ്മൾ റോഡുകളിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അത് കേരളത്തിന് പുറത്തും ചിലപ്പോൾ കാണാം, പക്ഷേ എന്നാൽ കേരളത്തിൻ്റെ അത്രയ്ക്കും കാണില്ല. നമ്മൾ ഈ റോഡിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ റോഡ് സൈഡിലേക്ക് നമ്മൾ വണ്ടി ഇപ്പോൾ അറിയാതെ ഒന്ന് കയറി എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ വേറെ വണ്ടി അവിടെ നിന്ന് വരണ്ടാവും. വണ്ടി തട്ട ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അപ്പോഴേക്കും ഇവരിറങ്ങും. എന്നിട്ട് ഈ ബാലങ്കൻ നായൻ്റെ മാതിരി ഇങ്ങനെയൊക്കെ ഒന്നും നില കളിക്കണ്ട, നീ വേഷം കെട്ടി നീ കാണിച്ചിട്ടുണ്ടെങ്കിലേ ചെറിയിട്ട് ഞാൻ പൊട്ടിക്കും. പിന്നെ ചിലവർ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ വണ്ടിയുടെ പിന്നാലെ ഫോളോ ചെയ്ത് വരും. എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ വട്ടം വെച്ചിട്ട് ഇറങ്ങിയിട്ട് എന്താ എന്തേ നിനക്ക് വണ്ടി ഓടിക്കാറില്ല, നിനക്ക് തന്തട വേണ്ടടാ, എന്തും വൃത്തികെട്ട ഡയലോഗുകളാണ് പറയുന്നറിയോ. ഇത് കേരളത്തിൽ മാത്രം കാണുന്ന സംഭവമാണെന്ന്. ഈ ജാതി അഭ്യാസം, ബോധവും വിവരമില്ലാത്ത കൾച്ചറില്ലായ്മ എന്ന് തന്നെയാണ് അതിനെ പറയേണ്ടത്. കൾച്ചർ വേണേ. നമ്മുടെ ചാലക്കുടിയിലൊക്കെ എന്തോരം സംഗതികളാണെന്നറിയോ. അതായത് വണ്ടി തട്ട ആക്സിഡന്റ് ഉണ്ടാവുക, വേറെ ഒരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിണ്ടാവില്ലെന്ന്. പക്ഷെ എന്നാലും ചിലർ ഭയങ്കര ഷോ വർക്ക്, ഭയങ്കര വില്ലൻ്റെ മോന്തം വെച്ചിട്ട് ചിലർ ഇങ്ങോട്ട് കയറി വരും പിന്നാലേക്ക് വന്നിട്ട് വെറുതെ ഷോ വർക്ക്. ചിലപ്പോൾ ചില ആളുകളുടെയൊക്കെ മാനസികാവസ്ഥ തന്നെ മാറിപ്പോകുന്നു, വെറുതെ തോട്ടി വർത്താനം പറഞ്ഞു വരും. ഇന്ന് അങ്ങനെ ഒരു സംഭവം നമ്മുടെ കൊരട്ടിയിലുണ്ടായി. അതായത് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു KSRTC ബസ് കൊരട്ടിയിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ തൊട്ട് ഇടതുവശത്തെ കൂടെ ഒരു കാറ് ഓവർടേക്ക് ചെയ്ത് വന്ന് പെട്ടെന്ന് വലതുവശത്തേക്ക് കാർ എടുത്തു. സ്വാഭാവികമായിട്ടും ഡ്രൈവർ ഒന്നും ഓണടിക്കില്ലോ. ഓണടിച്ചത് ഇഷ്ടമായില്ല, വേഗം വന്ന് യു ആർ നോട്ട് ദിസ് ഇസ് മൈ സ്റ്റിഗ്ന ബെൽസ് ബാലർമാൻ്റെ കളിക്കൊടുക്കാം, വേഷം കെട്ട് നീ കാണിച്ചിട്ടില്ല, ഇവിടുത്തെ പോലെ നീ കൊരട്ടിന്ന് നീ പോലെ നീ വേഷം കെട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ അഭ്യാസ പ്രകടനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഷോ വർക്കുകൾ. എന്തായിരുന്നാലും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇടപെടലാണ്. ഈ വക കാര്യങ്ങളിൽ ഈ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എന്തെങ്കിലും ഇടപെടൽ കൊടുക്കണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറയണത് ഇതൊക്കെ നോക്കാനും പിടിക്കാനൊക്കെ ഉള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് കാണിച്ചു കൂട്ടുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ KSRTC ഡ്രൈവർ എന്ത് പഴച്ചു, എന്താണ് അയാൾ ചെയ്ത തെറ്റ്? ഒരു തെറ്റില്ല. ഈ ജാതി ചില ഗുണ്ടായുസം കാണിക്കുന്ന ചില ആൾക്കാർ നമ്മുടെ റോഡ് സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം, റോഡാണ്, വണ്ടികൾ എന്ന് പറയുന്നത് യന്ത്രസാമഗ്രികൾ ഉണ്ടാക്കിയ വണ്ടികളാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യ പിഴവുകൾ വരാം, അപകടങ്ങൾ സംഭവിക്കും. വലിയ അപകടങ്ങളും സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആക്ട് ചെയ്യാൻ നിൽക്കാം. ഇതൊന്നും സംഭവിച്ചില്ലാവില്ലേ. ചിലപ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒന്ന് ഹോണടിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒത്തിരി സ്പീഡിൽ കയറി പോയി ചെയ്താൽ ഇതിങ്ങനെയൊക്കെ കൊണ്ട് നോക്കും. കളിക്കണ്ട നീ, മനസ്സിലാണ്ട് നീ ചാലക്കുടി പാലം വെട്ട് നീ പോലെ മനസ്സിലായിക്കാ, കളിക്കണ നീ വെട്ടടു പാലത്ത് കൊണ്ട് നീ കാണിച്ചരാം, എന്തുറ്റൊക്കെ പറയാമെന്നറിയോ. അങ്ങനെയുള്ള ചില അഭ്യാസ പ്രകടനങ്ങളുടെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ. ചാലക്കുടിക്കടുത്ത് കൊരട്ടിയിൽ KSRTC ബസ് ഡ്രൈവർക്ക് നേരെ കാർ യാത്രക്കാരുടെ കയ്യേറ്റ ശ്രമം. കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ KSRTC ബസ് ഹോൺ മുഴക്കിയതാണ് കാറിലെ 4 സംഘത്തിനെ പ്രകോപിപ്പിച്ചത്. KSRTC ബസ് തടഞ്ഞു നിർത്തിയ ശേഷമാണ് യുവാക്കളുടെ പരാക്രമം നടന്നത്. കൊരട്ടിയിൽ ഉച്ചയ്ക്ക് 2:30ഓടെയാണ് സംഭവം. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു KSRTC ബസ്. ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്ത കാർ പെട്ടെന്ന് വലതുവശത്തേക്ക് എടുത്തപ്പോൾ KSRTC ഡ്രൈവർ ഹോൺ മുഴക്കി. പ്രകോപിതരായ യുവാക്കൾ അസഭ്യം പറയുകയും ബസ് തടഞ്ഞ് ബസ് ഡ്രൈവർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയും ചെയ്തു. കാറിലുണ്ടായിരുന്ന 4 യാത്രക്കാരാണ് ബസ് ഡ്രൈവറെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. തിരുവനന്തപുരം സ്വദേശികളായ സഞ്ജുലാൽ, ശരത് എന്നീ ജീവനക്കാർക്ക് നേരെയായിരുന്നു യുവാക്കളുടെ അതിക്രമം.